അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് ഫജ്റിലെ 15-16 ആയത്തുകളാണ് ജബ്ബാർ വ്യാഖ്യാനിക്കുന്ന അടുത്ത ആയത്തുകൾ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്നാൽ മനുഷ്യൻ തൻ്റെ നാഥൻ അവനെ പരീക്ഷിക്കുകയും അവന് അനുഗ്രഹം നൽകുകയും ചെയ്താൽ എൻ്റെ നാഥൻ എന്നെ ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് ഔദാര്യപൂർവം പെരുമാറിയിരിക്കുന്നു, വർത്തിച്ചിരിക്കുന്നു എന്നാവും മനുഷ്യൻ പറയാം. ഇനി അവൻ്റെ നാഥൻ അവനെ പരീക്ഷിക്കുകയും അവൻ്റെ റിസ്ക് ജീവിത വിഭവത്തിൽ കുറവ് വരുത്തുകയും ചെയ്താൽ, അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുകയും ചെയ്താൽ എൻ്റെ നാഥൻ എന്നെ അവഗണിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവഹേളിച്ചു കളഞ്ഞു എന്നായിരിക്കും അവൻ പറയാം എന്നാണ് ഈ ആയത്തിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി, റബ്ബുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ നാഥൻ എന്നതിന് ദൈവങ്ങൾ, ഖുറൈശികളുടെ അല്ലെങ്കിൽ ജാഹിലി അറബികളുടെ സ്വഭാവം, അവരുടെ ദൈവങ്ങൾ അവർ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് വല്ല നേട്ടമൊക്കെ കിട്ടിയാൽ ആ ദൈവത്തിനെ പുകഴ്ത്തുകയും ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതേ അവസരം അവർ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ ആ ദൈവത്തെ തെറി പറയുകയും ആ ദൈവത്തിൻ്റെ നേരെ തുണി പൊക്കി കാണിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ അല്ല, അവരുടെ ദൈവങ്ങൾ, അവരുടെ വ്യാജ ദൈവങ്ങളെയാണ് എന്ന അർത്ഥത്തിലാണ് ജബ്ബാർ ഇതിനെ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെയും ജബ്ബാർ തൻ്റെ പഴയ പല്ലവി തന്നെയാണ് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരോട് വിരോധമായിരുന്നു, അവരോട് അസൂയയായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അവഗണിക്കുകയും തനിക്ക് ആദരവ് കിട്ടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നുകയൊക്കെ ചെയ്തതാണ് അവരോടുള്ള ഈ അവഗണനയുടെ, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ തെറി പറയാനൊക്കെ കാരണം എന്നൊക്കെയാണ്. ഇവിടെ റബ്ബുഹു ഫഅമ്മൽ ഇൻസാൻ, ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള സ്വഭാവം എടുത്ത് പറയാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ പലപ്പോഴും അവതരിക്കുന്നത് ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതികരണത്തെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ആ സന്ദർഭത്തിലായിരിക്കാം. അതിനാണ് അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ആരുമായി ബന്ധപ്പെട്ട് ഏത് പശ്ചാത്തലത്തിലാണോ അവതരിച്ചിട്ടുള്ളത് അവരെ കൈകാര്യം ചെയ്യുക എന്നതിലേറെ മനുഷ്യൻ്റെ സ്വഭാവത്തെ എടുത്തു പറയുകയും അതിനെ നിരൂപണ വിധേയമാക്കുകയുമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ആ നിലക്കാണ് ഇവിടെ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ എന്ന് പറഞ്ഞത്. ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ളൊരു സ്വഭാവമാണ്.
എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാവുമ്പോൾ തന്നെ തൻ്റെ നാഥൻ ദൈവം, ഇവിടെ റബ്ബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് യഥാർത്ഥ റബ്ബിനെ തന്നെയാണ്. അല്ലാതെ ജബ്ബാർ പറയും പോലെ വ്യാജ ദൈവങ്ങളെ അല്ല. കാരണം മനുഷ്യന് ഏത് ഏത് ബഹുദൈവ വിശ്വാസിയും അയാൾ ആത്യന്തികമായി ഏകനായിട്ടുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അയാൾ പിന്നീട് മറ്റ് കുട്ടി ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ സങ്കല്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവയെ പൂജിക്കുകയും മറ്റുമൊക്കെ ചെയ്യണത്. അപ്പോൾ യഥാർത്ഥ ദൈവത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെ ഖുർആൻ ഇത് പറയുന്നത്. അപ്പോൾ തൻ്റെ നാഥൻ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ദൈവം നൽകിയിട്ടുള്ളത് എന്നാണ് മനുഷ്യൻ പറയാം. ഖുർആൻ ഇത് മറ്റ് രീതിയിലും ആവർത്തിച്ച് പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഞാനിതിന് അർഹനാണ്, അതുകൊണ്ടാണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത് എന്നതായിരിക്കും ആ മനുഷ്യൻ്റെ അതുമായി ബന്ധപ്പെട്ട മാനസികാവസ്ഥ അതയാൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേ അവസരം അവന് സാമ്പത്തികമായും അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നാൽ അവന് അതിൽ വല്ലാതെ വേവലാതി കൊള്ളുകയും എന്നെ ദൈവം കൈവടിഞ്ഞു അല്ലെങ്കിൽ ദൈവം എന്നെ അവഗണിച്ചു കളഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അപ്പം മനുഷ്യൻ പറയുക. ഇത് മാനസികമായും അതുപോലെ തന്നെ വിശ്വാസപരമായും ഒക്കെയുള്ള ദൗർബല്യങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുടെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ. ശിർക്കിൻ്റെ കുഫറിൻ്റെ പിടുത്തത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വിശേഷിച്ചും എങ്ങനെയാണ് കാര്യങ്ങളെ കാണാറുള്ളത്. യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ രണ്ടായത്തും പറയുന്നത് മനുഷ്യൻ അവൻ സുഖസൗകര്യങ്ങൾ ലഭിച്ച ആളാണെങ്കിലും അത് ലഭിക്കാത്ത ആളായിരുന്നാലും മനുഷ്യനിവിടെ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പരീക്ഷണത്തെ എങ്ങനെ നേരിടണം എന്നതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ സന്നദ്ധനല്ലാത്ത മനുഷ്യനാണ് ഇത്തരത്തിലുള്ള പ്രതികരണമായിട്ട് വരിക. അതാണ് ഇവിടെ ഖുർആൻ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രം എന്നും വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ ജബ്ബാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ജബ്ബാർ ഒരു യുക്തിവാദിയാണ്, അയാൾക്ക് ദൈവവും മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഖുർആനിനെ എങ്ങനെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യാമോ, അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഉദ്ദേശത്തെ എങ്ങനെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചു വിടാൻ പറ്റുമോ, അതാണ് എപ്പോഴും ജബ്ബാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് പറഞ്ഞു തന്നെ പിന്നെയും പറയേണ്ടി വരുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിയുള്ള അവൻ്റെ സ്വഭാവത്തെ അംഗീകരിക്കുകയും അതിൻ്റെ നേരെയാണ് ഖുർആൻ ഇവിടെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്വഭാവത്തെയാണ് ഖുർആൻ ഇവിടെ വരച്ച് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊന്നും ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഈ കാരണത്താൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെയും ഈ ഇത്തരത്തിലുള്ള സംഗതികൾ പറയുന്നു എന്നതോടൊപ്പം തന്നെ ഇത് ആരെയോ കുറ്റപ്പെടുത്തുന്ന തെറി പറയുന്ന ഒരു വാക്യമായിട്ട് പിന്നെയും ഉദ്ധരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആൻ യഥാർത്ഥത്തിൽ വന്നത് മനുഷ്യനെ സംസ്കരിക്കാനും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെന്ന് അവരോട് നിർദ്ദേശിക്കാനും. ജീവിതം എന്ന് പറയുന്നത് അതൊരു പരീക്ഷണമാണ്. അവിടെ നേട്ടകോട്ടങ്ങൾ രണ്ടും ഉണ്ടാവും. അത് രണ്ടിനെയും പരിഗണിച്ചുകൊണ്ട് നേട്ടങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ തൻ്റെ നാഥനെ സ്തുതിക്കുകയും കോട്ടങ്ങളുണ്ടാകുമ്പോൾ അവർ അതിൽ ക്ഷമിക്കാൻ ശീലിക്കുകയുമാണ് മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കാണാൻ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് കണ്ണില്ല, ബാഹ്യമായ കണ്ണുമില്ല, ഉൾക്കാഴ്ചയില്ല. ഇത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി രക്ഷപ്പെടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പറയുന്നത് കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ള അർത്ഥത്തിലാവാം.
അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശമാവാം. ഈ ഏത് രീതിയിലും കല്ല എന്നതിനെ നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയും. പക്ഷെ അവിടെയും ജബ്ബാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഴയ കുട്ടിക്കാലത്ത് അനാഥനായിരുന്നു, ദരിദ്രനായിരുന്നു. ഈ കാരണങ്ങളാൽ തൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസൂയ പൂണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള സമീപനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഖുർആൻ അവനോട് ചില കാര്യങ്ങൾ പറയുന്നത്. അവിടെയും ജബ്ബാറിന് ആ സംഗതി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് ജബ്ബാറിൻ്റെ പരിമിതിയാണ്, യുക്തിവാദിയുടെ പരിമിതിയാണ്. അതുകൊണ്ടാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ കുശുമ്പും അല്ലെങ്കിൽ അസൂയയുമൊക്കെ ആയിട്ട് ചിത്രീകരിക്കാൻ ജബ്ബാർ മുതിരുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണുകയും മനുഷ്യനിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ് യഥാർത്ഥത്തിൽ വിവേകവും ബുദ്ധിയും തൻ്റെ ഇടവും യുക്തിയൊക്കെ ഉള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അതിന് പകരം ഇത്തരത്തിലുള്ള കുശുമ്പുമായിട്ടാണ് അല്ലെങ്കിൽ താറടിച്ച് കാണിക്കുന്ന രീതിയുമായിട്ടാണ് ജബ്ബാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജബ്ബാറിൽ നിന്ന് അത് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറിച്ചൊരു സമീപനം ഇയാളെപ്പോലുള്ള ആളുകളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കണതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.